സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. 3 മാസത്തിനുള്ളിൽ നിലമ്പൂർ ബൈപ്പാസിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ ഉറപ്പ്. നിലമ്പൂർ മണ്ഡലം INDUC തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂരിൽ കഴിഞ്ഞ 9 വർഷമായി മുടങ്ങിക്കിടന്ന നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ MLA എന്ന നിലയിൽ 200 ദിവസങ്ങൾ കൊണ്ട് കഴിഞ്ഞു. നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി നൽകിയവർക്ക് നൽകാനായി 54 കോടി രൂപ ട്രഷറിയിൽ എത്തിച്ചു. അത് പകുതിയിലേറെ പേരുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളവരുടെ അക്കൗണ്ടുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി സ്ഥലമില്ലായിരുന്നു. എന്നാൽ കോളേജിന് സ്വന്തമായി സ്ഥലം കണ്ടെത്തി പണം നൽകാനും കഴിഞ്ഞു. 200 ദിവസങ്ങൾ കൊണ്ട് 9 വർഷങ്ങൾ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ ചെയ്യാനായി. അതിനാലാണ് ചിലർ ഇപ്പോൾ പുതിയ പ്രചരണ ബോർഡുകളുമായി എത്തിയിരിക്കുന്നതെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. കൺവെൻഷൻ KPCC അംഗവും INDUC ജില്ലാ വൈസ് പ്രസിഡന്റുമായ NA കരീം ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ സ്ഥലത്തും അതാത് പ്രദേശത്തെ ആളുകളെ കണ്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. അപ്പോഴാണ് നമ്മുടെ മുനിസിപ്പൽ INDUCയുടെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷനും ആ കൺവെൻഷനിൽ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി നിങ്ങളോട് നേരിൽ വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, INDUC എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുള്ളത് പോലെ തന്നെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണാധികാരികളാണെങ്കിലും നേതാക്കന്മാരാണെങ്കിലും അവരുടെ മുൻപിൽ മറ്റു ചിന്തകളൊന്നും കൂടാതെ അവകാശബോധത്തോടുകൂടി സംസാരിക്കാൻ ആർജവം കാണിക്കുക എന്നതാണ് INDUCയുടെ പ്രത്യേകത. ഇവിടെ ശ്രീ റഹീം പറഞ്ഞു, അദ്ദേഹത്തെ ചീത്ത പറഞ്ഞ് ഞങ്ങൾക്ക് വാങ്ങാം. അതിനൊരു കാരണം, അങ്ങനെ ഉണ്ടാകാനൊരു കാരണമുണ്ട്. ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന് പറയുന്നത് രൂപപ്പെടുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ഒക്കെ ഉൾക്കൊണ്ടിരുന്ന സംഘടന അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC ആയിരുന്നു. കോൺഗ്രസ് നേതാക്കന്മാരുണ്ടാക്കിയതാണ് AITUC. പക്ഷേ AITUC എന്ന് പറയുന്ന സംഘടന ആ കാലഘട്ടത്തിൽ അന്നത്തെ മുതലാളിയാകുന്ന ബ്രിട്ടീഷുകാർക്കെതിരായി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി സമരം ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് പക്ഷപാതിത്വം സ്വീകരിച്ചു. അവർ നമ്മളെപ്പോഴും മുതലാളിത്തത്തിനെതിരാണ്, അധികാരിയുടെ തിട്ടൂരത്തിനെതിരാണ്. അതാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ ജ്വലിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നേതൃത്വം ചെയ്യേണ്ടത്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി ആ അന്തർദേശീയ രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ സമീപനം അവർ സ്വീകരിച്ചത്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കിയ AITUCയെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന് പറയുന്ന INDUC നമ്മൾ രൂപപ്പെടുന്നത്. ടാക്സി തൊഴിലാളി യൂണിയൻ INDUC പ്രസിഡന്റ് റഹീം ചോലയിൽ, KPCC അംഗം VA കരീം, INDUC നേതാക്കളായ TMS ആസിഫ്, MK ബാലകൃഷ്ണൻ, PP നജീബ് എന്നിവർ സംസാരിച്ചു. A+ വിഷൻ, നിലമ്പൂർ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.